തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അസം സ്വദേശിയായ അമിത് തൊറാങ്ങിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വീണ്ടെടുക്കേണ്ടത് ഏറ്റവും നിർണായകമായ തെളിവായ DVR ആയിരുന്നു. തോട്ടിലുപേക്ഷിച്ച് DVR അവിടെ മുങ്ങി പരിശോധിച്ചപ്പോൾ കിട്ടി. ആ DVRൽ നിന്ന് ഇനി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഈ വീട്ടിൽ നിരവധി CCTVകളുണ്ട്, ചുറ്റുമായി നിരവധി CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് പോലീസിന് ഇനി വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തേണ്ടി വരും. ആ പരിശോധനയിലാണ് പ്രതി എങ്ങനെയായിരിക്കും ആ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടാവുക, എങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ള വ്യക്തതയൊക്കെ പോലീസിന് വരിക. ഷിനോജ് ST ചേരുന്നുണ്ട്. ഷിനോജ്, ഇനി കണ്ടെത്തേണ്ടത് ആ 2 മൊബൈൽ ഫോണുകളാണ്. അത് CMS കോളേജിന്റെ സമീപത്തുള്ള ഒരു തൊട്ടിലേക്ക് എറിഞ്ഞു എന്നുള്ള മൊഴിയാണ് പ്രതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? ആദ്യഘട്ടത്തിൽ ഈ പ്രതിയായിട്ടുള്ള അമിത് താൻ എവിടെയാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഇറങ്ങിയത് എന്ന് പോലീസിനോട് വിശദീകരിക്കുകയാണ്. ഏത് ഭാഗത്തായിട്ടാണ് ഇറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് ഈ പ്രതി ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുക എന്നുള്ള കാര്യമാണ്. നേരത്തെ ഹിമ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ രീതിയിലുള്ള തെളിവ് ഇത്തരത്തിലുള്ള ഈ മൊബൈൽ ഫോൺ വളരെ നിർണായകമാണ്. കാരണം ഈ പ്രതി ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ആദ്യം പോകുന്നത് മാളയിലുള്ള തന്റെ സഹോദരന്റെ അടുത്തേക്കാണ്. അത്തരത്തിൽ ഈ സഹോദരന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തിട്ടോ, ഒപ്പം ഈ മോഷണ കേസുമായി വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നു. അതിൽ നിന്ന് വിജയകുമാർ പോലും അറിയാതെ അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ പല ഘട്ടങ്ങളിലായി തിരിമറി നടത്തി ഗൂഗിൾ പേ ഉപയോഗിച്ചൊക്കെ തന്നെ ഈ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അത് വിജയകുമാർ അറിഞ്ഞതോടുകൂടിയാണ് പരാതി കൊടുക്കുന്നതും ഇദ്ദേഹത്തെ ജയിലിലാക്കിയും ഒക്കെ ചെയ്തത്. അങ്ങനെ 5.5 മാസത്തോളം ഇയാൾ ജയിലിൽ കിടക്കുന്നു. ആ ജയിലിൽ കിടന്ന സമയത്ത് അമിത്തിനെ ജയിലിൽ നിന്ന് ഇറക്കാനായി ജാമ്യത്തിനായി വന്ന 2 സ്ത്രീകളുണ്ട്. ആ 2 സ്ത്രീകളെ ചുറ്റിപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 2 സ്ത്രീകൾ ഇതിനോടൊപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരണം. കാരണം ഈ 2 സ്ത്രീകൾ ആരാണ്, ഈ 2 സ്ത്രീകൾക്ക് ഈ അമിത്തുമായുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ കൂടുതൽ രീതിയിലുള്ള അന്വേഷണമൊക്കെ തന്നെ നടക്കണം. അതിന് ഈ മൊബൈൽ ഫോണുകൾ വളരെ നിർണായകമാണ്. ഈ 2 സ്ത്രീകൾ എന്ന് പറയുന്നത് വൈക്കം സ്വദേശികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വൈക്കം സ്വദേശികളായ 2 സ്ത്രീകൾ ഇതിനോടൊപ്പം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള കൂടി അന്വേഷണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി തൊഴിലാളിയായിട്ടുള്ള അമിത്തിന് സഹായം ലഭിക്കുന്നത് വൈക്കം സ്വദേശികളായിട്ടുള്ള 2 സ്ത്രീകളിൽ നിന്നാണ്. അന്ന് മൊബൈൽ ഫോണിൽ നിന്ന് വിജയകുമാറിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് പണം അപഹരിച്ച് തന്റെ ഗൂഗിൾ പേയിൽ തന്റെ അക്കൗണ്ടിലാക്കുകയായിരുന്നു അമിത് തൊറാങ് ചെയ്തത്. അതിന്റെ പേരിലാണ് ഈ വൈരാഗ്യമൊക്കെ ഉണ്ടായത്. അന്ന് അറസ്റ്റിലായ ഘട്ടത്തിൽ കോടതിയിൽ ജാമ്യത്തിനായി അമിത് തൊറാങ്ങിനെ അവിടെ നിന്ന് ഇറക്കാനായി എത്തിയത് വൈക്കം സ്വദേശികളായിട്ടുള്ള 2 സ്ത്രീകളായിരുന്നു. ഈ 2 സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൂടി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ എന്ത് പങ്കാണ് ഉള്ളത് എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ കൃത്യം നടപ്പാക്കുന്നതിന് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നോ, സഹായമുണ്ടായിരുന്നോ ഇയാൾക്ക് എന്ന ദിശയിലുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.